സ്വാദിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇടിയപ്പത്തിന്റെയും അപ്പത്തിന്റെയും നീർദോശയുടെയും പുട്ടിന്റെ എല്ലാം കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയ ഒരു ചിക്കൻ സ്റ്റൂ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഈ ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കുവാനായി ഞാൻ 1/2 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. വീഡിയോയിൽ കാണിച്ചതിനേക്കാൾ കുറച്ച് ചെറുതായി ചിക്കൻ മുറിക്കുന്നതായിരിക്കും ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കുവാനായിട്ട് നല്ലത്. കൂടാതെ ഞാനിവിടെ 2 സവാള, ഒരു ചെറിയ ഉരുളക്കിഴങ്ങ്, ഒരു ക്യാരറ്റ്, ഒരു കഷ്ണം ഇഞ്ചി, ഒരു 6 മുതൽ 7 വരെ പച്ചമുളക്, പിന്നെ ഹോൾ സ്പൈസസ്, പിന്നെ കൂടാതെ കുരുമുളക്, അത് ഏകദേശം ഒരു 1.5 ടീസ്പൂണോളം ഈ കറിയിൽ നമ്മൾ ചേർക്കുന്നുണ്ട്. കൂടാതെ ഒരു പിടി മാക്രോണി. ഇതെല്ലാമാണ് ഞാൻ ഈ ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കുവാനായിട്ട് ഉപയോഗിക്കുന്നത്. ഈ കറി തേങ്ങാപ്പാലിലാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി ഞാനൊരു തേങ്ങ ചിരവി 1.5 കപ്പ് 2-ാം പാലും 1 കപ്പ് 1-ാം പാലും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ കറി ഉണ്ടാക്കുന്നതിനായി ഒരു ചൂടുകട്ടിയുള്ള പാത്രം ഗ്യാസ് സ്റ്റവിൽ വെച്ച് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. എണ്ണ കോക്കനട്ട് ഓയിലോ സൺഫ്ലവർ ഓയിലോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഹോൾ സ്പൈസസ് എണ്ണയിലോട്ട് ചേർക്കുക. ഈ ഹോൾ സ്പൈസിലേക്ക് ഞാൻ 2 കഷ്ണം കറുകപ്പട്ട, 4 കരയാമ്പൂ, 2 ഏലക്ക, 1 തക്കോലം, 1 ബേ ലീഫ് ഇവയാണ് ചേർത്തിരിക്കുന്നത്. അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇത് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കണം. പെട്ടെന്ന് വഴണ്ടി കിട്ടുവാനായി 1 ടീസ്പൂൺ ഉപ്പ് കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഏകദേശം ഒരു 6-7 മിനിറ്റ് ആയിട്ടുണ്ട് ഞാൻ വഴറ്റാൻ തുടങ്ങിയിട്ട്. സവാളയെല്ലാം നല്ലതുപോലെ വഴണ്ട് നിറം മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കണം. ഈ കറിയുടെ എരിവെന്ന് പറയുന്നതായിട്ടിരിക്കുന്ന 7 പച്ചമുളകിൻ്റെയും ഈ കുരുമുളകിൻ്റെ എരിവാണ്. നമ്മളിതിലേക്ക് മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ നമ്മളുടെ എരിവിനനുസരിച്ചിട്ട് വേണം, ഓരോരുത്തരുടെ എരിവ് പലതായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് കുരുമുളകിൻ്റെ അളവിലും പച്ചമുളകിൻ്റെ എണ്ണത്തിലും ഒക്കെ കൂടുതലും കുറവുകളൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് നമുക്ക് മാറ്റം വരുത്താം. കുരുമുളക് പൊടി ചേർത്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ് കൂടി ഇത് കുരുമുളക് പൊടിയുടെ പച്ചമണം മാറാൻ വേണ്ടിയിട്ട് ഒന്ന് വഴറ്റണം. അതിനുശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഇതിനോടുകൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം. ഈ കറി ഉണ്ടാക്കുമ്പോൾ ക്യാരറ്റ് ചേർക്കാനായിട്ട് മറന്നു പോകരുത്. ക്യാരറ്റ് ഈ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് നൽകുന്നുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. ഇനിയൊന്ന് ഇളക്കി യോജിപ്പിക്കുമ്പോൾ അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കണം. നേരത്തെ നമ്മൾ 1 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. കൂടാതെ ഇപ്പോൾ 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന 1 പിടി മാക്രോണിയും കൂടെ ചേർത്ത് കൊടുക്കണം. മാക്രോണി ഈ കറിയിൽ ചേർക്കുന്നത് ഈ കറിക്കൊരു കൊഴുപ്പ് കിട്ടാനായിട്ടാണ് ചേർക്കുന്നത്. അഥവാ മാക്രോണി കയ്യിലില്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ മൈദയോ അരിപ്പൊടിയോ 2-ാം പാലിൽ കലക്കി ഒഴിച്ചാൽ മതിയാവും. ഇനി ഇത് പാല് കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് ഉപ്പ് പോരെങ്കിൽ നമ്മളൊന്നുകൂടി ടേസ്റ്റ് ചെയ്ത് നോക്കി ഉപ്പ് പോരെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് പാത്രം അടച്ചു വെച്ചിട്ട് ഇത് ചെറിയ തീയിൽ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഈ 2-ാം പാലിൽ കിടന്ന് ഈ ചിക്കൻ അങ്ങ് നല്ലപോലെ വെന്ത് വരണം. 15 മുതൽ 20 മിനിറ്റ് വരെ എടുക്കും ഈ ചിക്കൻ മീഡിയം ഫ്ലെയിമിൽ ഈ തേങ്ങാപ്പാലിൽ കിടന്ന് വെന്ത് വരാനായിട്ട്. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി ചിക്കൻ വെന്തോന്ന് ഇടയ്ക്ക് നോക്കുക നല്ലതാണ്. – 20 മിനിറ്റ് ആയപ്പോഴേക്കും ചിക്കനൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 1-ാം പാല് ചേർത്ത് കൊടുക്കണം. 1-ാം പാല് ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറി തിളയ്ക്കേണ്ട ആവശ്യമില്ല, നല്ലതുപോലെ ചൂടായാൽ മതി. ഇനി ഇത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കറി നല്ലതുപോലെ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ ഗരം മസാലയും ചേർത്ത് കൊടുക്കാം. എരിവ് കൂടുതലാണെങ്കിൽ കുരുമുളക് പൊടി ചേർക്കേണ്ട ആവശ്യമില്ല. ഗരം മസാല 1/4 ടീസ്പൂൺ മാത്രം ചേർത്താൽ മതിയാവും. ഇതൊരു ഫ്ലേവർ കറിക്ക് കൂടുതൽ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചേർക്കുന്നത്. ഇതിന് ശേഷം അതും കൂടെ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് അതിലേക്ക് ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അവസാനമായിട്ട് ഒരു പാനിൽ നെയ്യ് ഒഴിച്ച് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും വറുത്ത് ഈ കറിയിലോട്ട് ചേർത്ത് കൊടുത്താൽ നമ്മുടെ കറി അങ്ങനെ ചിക്കൻ സ്റ്റൂ റെഡിയായി. ഇനി ഇത് നമുക്ക് കുറച്ച് നേരം അടച്ചു വെച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ എടുത്ത് സെർവ് ചെയ്യാവുന്നതാണ്.